ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഇന്നലെ വന്ന കേട്ടറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വർഷം 2 പ്രാവശ്യം കേട്ടറ്റിൻ്റെ എക്സാം സാധാരണ രീതിയിൽ നടക്കാറുണ്ട്. അപ്പോൾ 2024 ഫസ്റ്റ് കേട്ടറ്റ് നോട്ടിഫിക്കേഷനാണ്. ഇത് ഏപ്രിൽ 2024 കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ. എക്സാം വരുന്നത് ജൂണിലാണ്, ജൂൺ ലാസ്റ്റോടു കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. എല്ലാം പോയിൻ്റ് ഔട്ടായിട്ട് നമുക്ക് ഓരോരോ പോയിൻറ്റ്സായിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ ആൻഡ് ഡേറ്റ്സ് എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഓക്കെ, എപ്പോഴും നമ്മളുടെ ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇന്നലെ നോട്ടിഫിക്കേഷൻ വന്നതാണ്. അപ്പോൾ ഇന്നലെ തന്നെ ഡീറ്റെയിൽസ് നമ്മൾ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഒരു PDF ഉണ്ട്, അതും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കേട്ടൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ നോട്ടിഫിക്കേഷനിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിലൂടെയാണ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് നമ്മളുടെ ക്ലാസ്സുകൾ. ഇപ്പോൾ നമുക്കറിയാം കേട്ടറ്റ് ഹിന്ദിക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ക്ലാസ് എടുക്കുന്നത്, ക്ലാസ് ഈ ചാനലിലുള്ളത് വീഡിയോസ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സൈക്കോളജി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് മെയിലായിരിക്കും സൈക്കോളജിയുടെ വീഡിയോസ് കിട്ടുക. അപ്പോൾ നോട്ട്സ് ഓൾറെഡി ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇനഫ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കേട്ടറ്റ് നോട്ടിഫിക്കേഷൻ ഏപ്രിൽ 2024 നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ എക്സാം വരുന്നത് ജൂണിലാണ്. അപ്പോൾ നമുക്കതിൻ്റെ മെയിൻ ഡേറ്റിലേക്ക് ആദ്യം പോകും. ഒരു 30 പേജുള്ളൊരു PDF ആണിത്. അപ്പോൾ അതിനകത്തുള്ള മെയിനായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഓരോ ക്വാളിഫിക്കേഷൻസ് ഓരോ സെപ്പറേറ്റ് ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷാ ഫീസിലേക്ക് വരുവാണെങ്കിൽ ഓക്കെ, അപേക്ഷാ ഫീസ് എന്ന് പറയുന്ന 500 രൂപയാണ് കേട്ടറ്റിൻ്റേത്. പിന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനും ഭിന്നശേഷിയുള്ളവർക്കും ഫീസ് 250. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രിൻ്റ് ഔട്ട് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ പരീക്ഷാ ഭവനിലേക്ക് അയക്കേണ്ടതില്ല, അതുകൂടി ഓർക്കുക. പിന്നെ നമുക്ക് മെയിനായിട്ട്, കാരണം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, എല്ലാ പ്രാവശ്യം നമ്മൾ നോട്ടിഫിക്കേഷൻ പറയാറുണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ, വലിയ വ്യത്യാസങ്ങളില്ല. ഡേറ്റിലൊക്കെ ആയിരിക്കും പിന്നെ ഒരു ചേഞ്ച് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി, അതായത് 17/4/2024, അതായത് നാളെ മുതൽ കേട്ടറ്റിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഫീസ് അടയ്ക്കുന്നതിനുള്ള അവസാന തീയതി 26 ഏപ്രിലാണ്. അതുപോലെ തന്നെ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന അവസാന തീയതി 26 ഏപ്രിൽ തന്നെ. ഓക്കെ, അതുപോലെ തന്നെ ഹാൾ ടിക്കറ്റ് കിട്ടുന്നത് 3 ജൂണിൽ നമുക്ക് കേട്ടറ്റിൻ്റെ ഹാൾ ടിക്കറ്റ് കിട്ടും. അതുപോലെ തന്നെ പരീക്ഷാ ടൈം ടേബിൾ ഇതോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. കേട്ടറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ അതിന് പരീക്ഷാ ടൈം ടേബിളും വരാറുണ്ട്. ഇപ്പോൾ 4 കാറ്റഗറി ആയിട്ടാണ് നമുക്ക് കേട്ടറ്റ് എക്സാം നടക്കുക. നിങ്ങളുടെ ഏത് കാറ്റഗറിയാണെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ കാറ്റഗറി 1ഉം 2ഉം നടക്കുന്ന 22 ജൂണാണ് അത്. ഓക്കെ, ഇനി 3ഉം 4ഉം ആണെങ്കിൽ 23 ജൂൺ, ശനിയും ഞായറുമായിട്ട് നമ്മളുടെ 4 കാറ്റഗറി എക്സാംസ് തീരും. ഇതാണ് എക്സാം ഡേറ്റുകൾ. ഓക്കെ, പിന്നെ അപേക്ഷ സമർപ്പിക്കുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഒരാൾ ഒന്നിൽ കൂടുതൽ കാറ്റഗറി അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഹിന്ദിയൊക്കെ എടുക്കുകയാണെങ്കിൽ 3ഉം 4ഉം അപ്ലൈ ചെയ്യുന്നവരുമാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതിൽ തന്നെ സെപ്പറേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, അതുപോലെ തന്നെ നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസിലൊന്നും മിസ്റ്റേക്ക് വരുത്താതെ തന്നെ രേഖപ്പെടുത്തുക. പിന്നെ ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോയിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ലെന്ന് കൊടുത്തിട്ടുണ്ട് ഈ പ്രാവശ്യം. ഓക്കെ, സാധാരണ വേണമെന്നായിരുന്നു പറയാറ്. എനിവേസ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയിൽ പരീക്ഷാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല. പിന്നെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പ്ലെയിൻ ആയിരിക്കണം, മറ്റ് സീലുകൾ പാടില്ല, വ്യക്തമായിരിക്കണം, സെൽഫി പാടില്ല. ഓക്കെ, പുതിയ ഫോട്ടോ മാത്രം അപ്ലോഡ് ചെയ്യാൻ അപേക്ഷാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ID കാർഡ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അതുപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ID കാർഡ് തന്നെ അവിടെ എക്സാം ടൈമിൽ ഹാജരാക്കേണ്ടി വരും. ആ കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞുള്ള ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോക്കുക. ഓക്കെ, നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഈ PDF-നകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് 4 കാറ്റഗറിയും അതിന് വേണ്ട ക്വാളിഫിക്കേഷൻസൊക്കെ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസിൻ്റെ ഇതും വന്നപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. കാറ്റഗറി 2 ഉണ്ട്, 1 ഉണ്ട്. നമുക്ക് 3ഉം 4ഉം കൂടി ഒന്ന് നോക്കാം. ഞാനത് വായിച്ചു പോകുന്നില്ല. ഇപ്പോൾ കാറ്റഗറി 3 ആണെങ്കിൽ ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ ഡിഗ്രിയും അതുപോലെ തന്നെ BEd ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ PGക്ക് ലഭിച്ച മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ BEdന് അഡ്മിഷൻ നേടി വിജയിച്ചവർക്ക് KTET പരീക്ഷ എഴുതാവുന്നതാണ്. അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഓക്കെ, KTETന് അപേക്ഷിക്കുമ്പോൾ 2ാം വർഷ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെന്ന സ്ഥാപന മേലധികാരിയുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. അതായത് നമ്മളിപ്പോൾ കാറ്റഗറി 2, 3 എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ കാറ്റഗറി മെയിനായിട്ട് നമ്മൾ 3 പറയുവാണെങ്കിൽ അവസാന വർഷ BEd അല്ലെങ്കിൽ BEd വിദ്യാർത്ഥികൾക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ KTETന് അപേക്ഷിക്കാൻ 2ാം വർഷ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെന്ന സ്ഥാപന മേലധികാരിയുടെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ബ്രാഞ്ചുകളിൽ വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ PDF-ലുണ്ട്. ഈ PDF ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നോക്കാം. പിന്നെ കാറ്റഗറി 4ൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാ കാറ്റഗറിയുടെ എത്ര ക്വസ്റ്റ്യൻസ്, മൊത്തം 150 ക്വസ്റ്റ്യൻസാണ് KTETൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ. പിന്നെ യോഗ്യത നേടുന്നതിനുള്ള മാർക്ക് പറയുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി 90 മാർക്കും OBCക്ക് 82 മാർക്കും PH വിഭാഗങ്ങൾക്ക് 75 മാർക്കും നേടിയാലാണ് നമുക്ക് KTET ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. KTETന് നെഗറ്റീവ് മാർക്കില്ല, പിന്നെ പ്രായപരിധിയും ഇല്ല. ഓക്കെ, അക്കാര്യം ശ്രദ്ധിക്കുക. KTETന് പ്രായപരിധി ഇല്ല. അപ്പോൾ പിന്നെ അപ്ലൈ ചെയ്യേണ്ട രീതികൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് വിത്ത് ഫോട്ടോസ്. ആ കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. പിന്നെ ഹോൾ ടിക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട്, OMR ഉണ്ട്. അതിപ്പോൾ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കട്ടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, ക്വാളിഫൈഡ് ആയവർ. ബാക്കിയുള്ള നിർദ്ദേശങ്ങൾ, എക്സ്ട്രാ നിർദ്ദേശങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ മെയിനായിട്ടും ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പോയിൻറ്റ്സ്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഈ PDF-ൽ കൊടുത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് വരുവാണെങ്കിൽ വീണ്ടും ചെയ്യാം. ഓക്കെ, അതർവൈസ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ മെയിനായിട്ട് നമ്മളുടെ ഡേറ്റ്സ് ഓർത്തിരിക്കുക. 22, 23 ഈ പ്രാവശ്യം KTET എക്സാം നടക്കാൻ പോകുന്നത്. 22, 23 ജൂൺ. ഓക്കെ, സോ നമ്മൾ KTET ഹിന്ദിക്കൊപ്പം സൈക്കോളജി കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു ഇയറാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. തബ് തക് के लिए ओके बाय.